നമസ്കാരം. Golden Gate by Alistair MacLean. ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിന്റെ സൗത്ത് എൻട്രൻസിൽ പോലീസ് ചീഫ് ഹെൻഡ്രിക്സിന്റെ കമ്മ്യൂണിക്കേഷൻ വാനിന് തൊട്ടു പുറകിലായി നേവിയുടെ ഒരു വാൻ വന്നു. അതിനകത്ത് US നേവിയുടെ ചീഫ് അഡ്മിറൽ ന്യൂസനും US മിലിറ്ററിയുടെ ഡെപ്യൂട്ടി ചീഫ് ജനറൽ കാർട്ടറും ആയിരുന്നു ഉണ്ടായിരുന്നത്. അഡ്മിറൽ ന്യൂസൻ നല്ല തടിയും എന്നാൽ നല്ല പൊക്കവും ഉള്ള ഒരു മനുഷ്യൻ. കാർട്ടർ ഒരു ബോഡി ബിൽഡറെ പോലെ തോന്നിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരം. ഏതാനും നിമിഷങ്ങൾക്കകം ആ ബസ്സിന് സൈഡിലായിട്ടൊരു കാർ വന്നു നിന്നു. അതിൽ നിന്ന് US രഹസ്യാന്വേഷണ ഏജൻസി ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ FBI ചീഫ് ഹാഗൻബാക്ക് ഇറങ്ങി ആ ബസ്സിനകത്തേക്ക് കയറി. അവർ പരസ്പരം ഗ്രീറ്റ് ചെയ്തു. അതിനുശേഷം ഹാഗൻബാക്ക് ഒരു സീറ്റിലിരുന്നു. പരസ്പരം അവരുടെ സംസാരം തുടങ്ങി. ഹാഗൻബാക്ക് ചോദിച്ചു, അപ്പോൾ എന്തൊക്കെയാണ് പുതിയ ആക്ഷൻ പ്ലാൻസ്? നിങ്ങളൊക്കെ ആക്ഷൻ്റെ ആൾക്കാരാണല്ലോ, മിലിറ്ററിയുടെ ആൾക്കാരാണല്ലോ ഇരിക്കുന്നത്. ന്യൂസം പറഞ്ഞു, ആക്ഷൻ എന്ത് ചെയ്യണം എന്ന് ഞങ്ങൾക്കൊരു പിടിയുമില്ല. വല്ലാത്തൊരവസ്ഥ. താങ്കൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അപ്പം അദ്ദേഹം പറഞ്ഞു, ഏതായാലും ഒരു കാര്യം ചെയ്യാം, നമ്മുടെ വൈസ് പ്രസിഡന്റ് ഇങ്ങ് വരട്ടെ. കാർട്ടർ ഒരു പരിഹാസത്തോട് ചോദിച്ചു, ആ കിഴങ്ങന അയാൾ വന്നിട്ട് എന്താ കാര്യം? ഹാഗൻബാക്ക് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് അദ്ദേഹത്തിൻ്റെ ചിരി എന്ന് പറഞ്ഞ ഒരു അപൂർവ സംഭവം. പൊതുവെ ഗൗരവ പ്രകൃതിയായ ഒരു മനുഷ്യൻ, ഏകദേശം 60 വയസ്സിനടുത്ത് പ്രായം, ഒരു FBI ഏജൻ്റായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച് ഉയർന്നു ഇപ്പോൾ FBIയുടെ ചീഫായിരിക്കുകയാണ്. സാധാരണഗതിയിൽ ആരോടും ചിരിക്കാറില്ല, അധികം അടുപ്പമില്ല, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നതില്ല, അവിവാഹിതനാണ്, അതുകൊണ്ട് കുടുംബവുമില്ല, ഒരു ഒറ്റപ്പെട്ട മനുഷ്യൻ, ജീവിതം മുഴുവൻ FBIക്കായിട്ട് ഒഴിഞ്ഞു വച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പല അഭ്യൂഹങ്ങളും ഉണ്ട്. വൈറ്റ് ഹൗസിലെയും പെൻറ്റഗണിലെയും എല്ലാ സ്റ്റാഫിൻ്റെയും ഡീറ്റെയിൽസ് അദ്ദേഹം, ഓരോ സ്റ്റാഫിൻ്റെ പേരിൽ ഓരോ ഫയൽ അദ്ദേഹം കീപ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ പേഴ്സണൽ ഡാറ്റയും ഒഫീഷ്യലി എന്തെങ്കിലും റിമാർക്ക് ഉണ്ടെങ്കിൽ അതും ഇതെല്ലാം അതിലുണ്ട്. അതുപോലെ തന്നെ US പാർലമെൻറ്റിൻ്റെ 2 ഭാഗങ്ങളായ സെനറ്റിലെയും കോൺഗ്രസിലെയും അംഗങ്ങളുടെ വിവരങ്ങളും. എന്തുണ്ടായിട്ട് എന്താ കാര്യം? ബ്രാൻസൺ തന്നെ നേരത്തെ പറഞ്ഞു, $30,000 വാഷിങ്ടണിൽ നിന്ന് 3 മാസം മുമ്പേ അദ്ദേഹം വിവരങ്ങൾ സംഘടിപ്പിച്ചു എന്ന്. ഏതായാലും അദ്ദേഹം പറഞ്ഞു, സംഭവം ശരിയാണ്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻ നടത്തണമെങ്കിൽ അപ്രൂവൽ തരാൻ അയാൾ തന്നെ വേണമല്ലോ. ആ സമയത്താണ് ജനറൽ കാർട്ടർ രാവിലെ നമ്മൾ കണ്ട ആ ഒരു കറുത്ത സിലിണ്ടർ റോബ്സൺ അതിവിദഗ്ധമായി അവിടെ എത്തിച്ച ആ സിലിണ്ടർ എടുത്ത് ഹാഗൻബാക്കിൻ്റെ കൈ കൊടുത്തത്. ഹാഗൻബാക്ക് അത് തുറന്ന് ഉറക്ക വായിച്ചു. കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ല, അക്രമങ്ങളുമില്ല, അതുകൊണ്ട് ഇപ്പോൾ തിരക്ക് പിടിച്ച് നിങ്ങളൊരു ആക്ഷനും എടുക്കണ്ട. ഞാൻ എന്തായാലും കാര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തട്ടെ. പിന്നെ എൻ്റെ ട്രാൻസ് റിസീവർ ഉപയോഗിക്കാൻ പറ്റില്ല, ഇവിടെ റേഡിയോ വേവ് സ്കാനർ ഉണ്ട്. കൂടുതൽ വിവരങ്ങൾ ഞാൻ ഉച്ചയ്ക്ക് ശേഷം അറിയിക്കുന്നതായിരിക്കും. ഏറ്റവും അടിയിലായിട്ട് ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട് റോബ്സൺ. ഇത്രയും വായിച്ച ശേഷം ഹാഗൻബാക്കിൽ വെച്ച് അഭിമാനത്തോടെ മറ്റു 2 പേരെയും നോക്കി. കാരണം FBIയുടെ ഒരു പെർഫോമൻസ് ആണല്ലോ അത്. ആ സമയത്ത് കാർട്ടർ ചോദിച്ചു, ആര് റോബ്സൺ? ഹാഗൻബാക്ക് പറഞ്ഞു, ഒരു പ്രത്യേക ടൈപ്പ് മനുഷ്യൻ, FBI ഏജൻ്റാണ്, കാര്യം കാണാൻ വേണ്ടി ഏതറ്റം വരെയും പോകും, എന്ത് ക്രൂരതയും കാണിക്കും, ഒരു മിഷൻ ഏൽപ്പിച്ചാൽ അത് എങ്ങനെയും നേടിയിരിക്കും. അപ്പം ഇങ്ങനെ ഒരു ചൂടൻ അവിടെ ചെന്നാൽ ശരിയാവുമോ? ആവശ്യമുള്ള സമയത്ത് ഐസിനേക്കാൾ തണുപ്പാവുകയും ചെയ്യും. അതുപോലെ വേറൊരു കാര്യമുണ്ട്, ആരോടും പെട്ടെന്ന് സൗഹൃദം സ്ഥാപിച്ച് കാര്യങ്ങൾ നടത്താൻ മിടുക്കനാണ്. ഇയാളെ നിങ്ങൾ പ്രത്യേകം സെലക്ട് ചെയ്താണോ?
ചോദിച്ചത് ന്യൂസനാണ്. ഹാഗൻബാക്ക് പറഞ്ഞു അതെ. അപ്പോൾ ഇയാളാണോ FBI ഏജൻസിൽ ഏറ്റവും മിടുക്കൻ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം FBI ഏജൻസ് ഒരുപാടുണ്ട്. ഞാൻ വാഷിങ്ടണിൽ ഇരിക്കുന്ന US മൊത്തമുള്ള ചീഫാണ്. എല്ലാ ഏജൻറ്റുമാരെയും എനിക്ക് നേരിട്ടറിയില്ല. എനിക്ക് നേരിട്ടറിയുന്നവരിൽ ഏറ്റവും മിടുക്കൻ റഫ്സനാണ്. മാത്രമല്ല ഇയാൾ എല്ലാ മിഷനും ഒറ്റയ്ക്കേ നടത്തുള്ളൂ, ടീമായിട്ട് എവിടെയും പോവില്ല. പിന്നെ എന്നെപ്പോലുള്ളവരോട് വലിയ ബഹുമാനമൊന്നുമില്ല. എന്തെങ്കിലും നമ്മളൊരു മിഷൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത് വരുന്നത് അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും പ്ലാനിൻ്റെ അപ്രൂവലിന് വേണ്ടി മാത്രമാണ്. ഉപദേശം ചോദിക്കാറില്ല. എല്ലാം അദ്ദേഹം തന്നെ പ്ലാൻ തയ്യാറാക്കും, അതിനനുസരിച്ച് പ്രവർത്തിക്കും. അത്തരം ഒരു മനുഷ്യൻ. ഇയാൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ ഉച്ചയ്ക്ക് ശേഷം നമ്മളെ വിവരം അറിയിക്കാമെന്ന് പറഞ്ഞത്? ന്യൂസൻ ചോദിച്ചു. ഹാഗൻബാക്ക് വീണ്ടും അവരൊന്നിങ്ങനെ നോക്കി. രാവിലെ ഇപ്പം അദ്ദേഹം എങ്ങനെയാണ് ഈ വിവരം അറിയിച്ചത്? കടലാസ് എടുത്ത് പൊക്കിക്കൊണ്ടാണ് ചോദ്യം. അപ്പോൾ പിന്നെ അവരൊന്നും മിണ്ടിയില്ല. ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്, നല്ല തെളിഞ്ഞ കാലാവസ്ഥ, തലയ്ക്ക് മീതെ സൂര്യൻ പ്രകാശിച്ചു നിൽക്കുന്നു, മേഘങ്ങളില്ല, മിസ്റ്റില്ല, തെളിഞ്ഞ അന്തരീക്ഷം. റിവറിലെയും തൊട്ടപ്പുറത്ത് ഓഷനിലേക്ക് വെള്ളം ഉരുകിയ വെള്ളി പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ കാഴ്ചകളെല്ലാം കണ്ട് ജേർണലിസ്റ്റുകളൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് നിൽക്കുകയാണ്. വേറെ അവിടെ ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ പ്രസിഡൻറ്റിൻ്റെയും ആൾക്കാരുടെയും ചർച്ച കഴിഞ്ഞിട്ടില്ല. ബ്രാൻസൺ വളരെ കൂളായിട്ട് അദ്ദേഹത്തിൻ്റെയും പ്രസിഡൻറ്റിൻ്റെയും ബസ്സുകൾക്കിടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട്, വെയിലൊക്കെ കാഞ്ഞ്. ആർക്കും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇതിനെല്ലാം ഇടയിൽ നമ്മുടെ റഫ്സൻ മാത്രം അവരുടെ ബസ്സിൻ്റെ അകത്തിരുന്ന്, നമ്മൾ നേരത്തെ കണ്ടിരുന്നു, എഴുതുമായിരുന്നു. എഴുത്തെല്ലാം നിർത്തി അദ്ദേഹം ക്യാമറ എടുത്തു. ഏകദേശം ഒരു പോസ്റ്റ് കാർഡിൻ്റെ വലിപ്പമുള്ള 3 ഷീറ്റുകളിലാണ് എഴുതിയിരിക്കുന്നത്. എഴുതിയതിൻ്റെ എല്ലാം ഒരു ഫോട്ടോ എടുത്തു. ശേഷം പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് ലൈറ്റർ എടുത്തു. ആ പേപ്പറുകൾ കത്തിച്ചു, അത് ആഷ്ട്രയിലേക്ക് ഇട്ടു. അത് കഴിഞ്ഞ് ക്യാമറയിൽ നിന്ന് ആ ഫിലിം എടുത്തു. വളരെ ചെറിയ ഒരു ഫിലിം റോൾ ഒരു പ്രത്യേക പാക്കറ്റിൽ പൊതിഞ്ഞ് അദ്ദേഹം പോക്കറ്റിലിട്ടു. അതിനുശേഷം പുതിയൊരു ഫിലിം റോൾ അതിൽ ലോഡ് ചെയ്തു. പിന്നീട് അദ്ദേഹം ചെയ്തത് അതിൻ്റെ ഏറ്റവും അടിയിലുണ്ടായിരുന്ന ട്രാൻസ് റിസീവർ ഊരി പോക്കറ്റിലേക്ക് ഇട്ടു. പിന്നെ കയ്യിലുണ്ടായിരുന്ന കുറേ ഫിലിം റോളുകളും 1-2 മിനി വീഡിയോ കാസറ്റുകളും അതിൻ്റെ അകത്തിട്ടു. അത് ക്ലോസ് ചെയ്തു. പെട്ടെന്നാണ് വാൻ ഈഫൻ ബസ്സിൻ്റെ അകത്തേക്ക് കയറി വന്നത്. വാൻ ഈഫൻ അടുത്ത് വന്നു. റഫ്സനല്ലേ? അതെ. താങ്കൾ, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ വാൻ ഈഫൻ. മനസ്സിലായി. ബ്രാൻസൺ വിളിക്കുന്നത് കേട്ടു, പക്ഷേ മുഖം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അതുകൊണ്ടാണ് ഊഹം ശരിയായെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞത്. അതെ, ഞാൻ തന്നെയാണ്. താങ്കൾ മാത്രം എന്താ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത്? അവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒന്ന് കുറച്ചു നേരം റിലാക്സ് ചെയ്യാമെന്ന് വെച്ചു. പെട്ടെന്ന് ഞാനിപ്പോൾ ഇങ്ങനെ ആ ക്യാമറയിലേക്ക് നോക്കുകയാണ്. നല്ല ക്യാമറ. അപ്പോൾ റഫ്സൻ പറഞ്ഞു, സ്വീഡിഷ് മെയ്ഡാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റും കളറും ഫോട്ടോ എടുക്കാം, വീഡിയോ ഷൂട്ട് ചെയ്യാം. ഇങ്ങനെ 3 സംവിധാനങ്ങളുള്ള ഒരു പ്രത്യേക ക്യാമറയാണ്. എവിടേക്ക് തന്നെ നോക്കട്ടെ, ഞാൻ ഈ ക്യാമറയൊക്കെ അത്യാവശ്യം ഒരു എക്സ്പെർട്ട് ആയിട്ടുള്ള ആളാണ് എന്ന് പറഞ്ഞ് വാനിഫാൻ ക്യാമറ വാങ്ങിച്ചു. അതിങ്ങനെ ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ നോക്കി. റഫ്സന് മനസ്സിലായ ഉദ്ദേശം എന്താണെന്ന്. നോക്കിയതിന് ശേഷം അതിൻ്റെ അടിയിലുള്ള ആ ക്യാബിൻ്റെ ക്യാപ്പ് അദ്ദേഹം തുറന്നു. അതിൻ്റെ അകത്ത് എന്തോ ഒളിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് വാനിഫൻ്റെ സംശയം. തുറന്നതും അതിൽ നിന്ന് ഈ പറഞ്ഞ ഫിലിം റോൾസും 1-2 മിനി കാസറ്റുകളും താഴേക്ക് വീണു. വാനിഫൻ ആകെ ഒന്ന് പരിങ്ങി. സോറി, ഞാൻ ഈ ക്യാമറയിൽ അത്ര എക്സ്പെർട്ടാണെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് തിരുക്കപ്പെട്ട് സാധനങ്ങളൊക്കെ എടുത്ത് ഇതിലാക്കി അടച്ചു വെച്ച് അദ്ദേഹം ഇറങ്ങിപ്പോയി. റഫ്സൻ ആലോചിച്ചു, ആ ട്രാൻസ് റിസീവർ മാറ്റാൻ കുറച്ച് വൈകിയിരുന്നെങ്കിൽ. അദ്ദേഹം മെല്ലെ എഴുന്നേറ്റു. ഫ്രണ്ടിൽ ഡ്രൈവറുടെ സീറ്റിൻ്റെ ഓപ്പോസിറ്റുള്ള ഡോറിൽ കൂടെ പുറത്തിറങ്ങി.
അതിൽ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ഏറ്റവും ഫ്രണ്ടിലാണ് എത്തുന്നത്. എല്ലാവരും പ്രസിഡന്റിന്റെ ബസ്സിന്റെ ഭാഗത്താണ് നിൽക്കുന്നത്. ആരും റഫ്സനെ ശ്രദ്ധിക്കുന്നില്ല. പതിവ് പോലെ രാവിലെ നമ്മൾ കണ്ട പോലെ തന്നെ ചുറ്റും ഒന്ന് നോക്കി, ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലായി. അദ്ദേഹം ആ ട്രാൻസ് റിസീവർ എടുത്ത് പുഴയിലേക്ക് ഇട്ടു. മെല്ലെ ആ ഡോറിൽ കൂടെ തന്നെ അകത്ത് കയറി ബാക്കിലെ ഡോറിൽ കൂടെ പുറത്തിറങ്ങി. അപ്പോൾ സാനിഫാൻ അവിടെ നിൽപ്പുണ്ട്. വീണ്ടും അദ്ദേഹത്തെ നോക്കി ഒന്ന് ചിരിച്ചു. അദ്ദേഹം ചിരിച്ചു. കാഷ്വലായിട്ട് കുറച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പിന്നെ ബസ്സിൻ്റെ മറ്റേ സൈഡിലേക്ക് പോയി കുറേ ഫോട്ടോകൾ എടുത്തു. ആ സമയത്ത് റഫ്സന്റെ മനസ്സിൽ ചിന്ത ചെയ്തായിരുന്നു, ഇനിയിപ്പോൾ ആരെങ്കിലും സംശയം തോന്നി എൻ്റെ ഫിലിം ചെക്ക് ചെയ്താൽ ഇതിൻ്റെ അകത്ത് ബ്ലാങ്ക് ആയിട്ടിരിക്കാൻ പാടില്ലല്ലോ. രാവിലെ തൊട്ട് അതിലേക്ക് ഫോട്ടോ എടുത്തുകൊണ്ട് നടന്നിരുന്നത്. ബ്രാൻസൺ നടത്തമൊക്കെ നിർത്തി പ്രസിഡന്റിൻ്റെ ബസ്സിൻ്റെ ഡോറിൽ ചെന്നൊന്ന് തട്ടി. ഡോർ തുറന്നു. ബ്രാൻസനകത്തേക്ക് കയറി. പെട്ടെന്ന് അവർ ചർച്ചകളൊക്കെ നിർത്തി. എല്ലാവരും സൈലൻ്റായി. ബ്രാൻസൺ എല്ലാവരും നോക്കി. അറേബ്യയിൽ നിന്ന് വന്ന ആൾക്കാരൊഴിച്ച് ബാക്കി എല്ലാവരുടെ ഗ്ലാസ്സിൽ ജിന്നുണ്ട്. അപ്പം അല്പം ജിന്നൊക്കെ കുടിച്ച് അവരൊന്ന് റിലാക്സ് ചെയ്തിരിക്കുകയാണ്. പിന്നെ അറേബ്യയുടെ ആൾക്കാരുടെ കയ്യിൽ ഓരോ ഗ്ലാസ് ഫ്രൂട്ട് ജ്യൂസ്. അവർ മദ്യപിക്കാത്തതുകൊണ്ട് അതെല്ലാം പ്രസിഡന്റ് നേരത്തെ ബസ്സിൻ്റെ അകത്ത് ഒരുക്കിയിരുന്നു. ബ്രാൻസൺ ചോദിച്ചു, എന്തായി, തീരുമാനം വല്ലതായോ? ആരും ഒന്നും വേണ്ടിയില്ല. അപ്പോൾ ബ്രാൻസൺ അപ്പോൾ തീരുമാനമായിട്ടില്ല. പെട്ടെന്ന് പ്രസിഡന്റ് പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ചുകൂടി സമയം വേണം. ബ്രാൻസൺ പറഞ്ഞു, സമയം കഴിഞ്ഞു, ഇനി സമയം തരാനില്ല. എന്ന് മാത്രമല്ല, ഒരു കാര്യമോട് ഞാൻ പറയാം. യൂറോപ്പിൽ ബാങ്ക് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിൽ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നില്ലെങ്കിൽ പിന്നീട് വൈകുന്ന ഓരോ ദിവസത്തിനും $2,00,000 ഫൈനുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കുകയാണ് ബ്രാൻസന്. എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ. പ്രസിഡന്റ് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ ബ്രാൻസൺ ചോദിച്ചു, എന്താ? അതായത് ഞാനെന്തായാലും നിങ്ങളുടെ തടവിലാണ്, ഞാനിവിടെ ഇരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഈ രാജ്യത്തിൻ്റെ അതിഥികളായ ഈ അറേബ്യയിൽ നിന്ന് വന്ന ആൾക്കാരെ റിലീസ് ചെയ്യണം. ബ്രാൻസൺ ഒന്നിങ്ങനെ എല്ലാവരെയും നോക്കിയ ശേഷം പരിഹാസത്തോടെ ഒന്ന് തിരിച്ചു, കൊള്ളാം. അതോടെ അമേരിക്കൻ ജനതയ്ക്കിടയിൽ പ്രസിഡന്റിൻ്റെ പരിവേഷം അങ്ങ് ഉയരും. സ്വന്തം ജീവൻ ബലിയർപ്പിക്കാൻ ശ്രമിച്ച് സ്വന്തം ജീവൻ തൃണവൽക്കരിച്ച് അതിഥികളെ രക്ഷിച്ച ധീരൻ അടുത്ത ഇലക്ഷനിൽ ഉറപ്പാക്കി. മാത്രമല്ല, ചിലപ്പോൾ ജനങ്ങൾ ആവശ്യപ്പെട്ടേക്കും ഭരണഘടന ഭേദഗതി ചെയ്യണം, ഇദ്ദേഹത്തെ കൂടുതൽ തവണ മത്സരിപ്പിക്കണം. കാരണം US ഒരാൾക്ക് 2 തവണയിൽ കൂടുതൽ പ്രസിഡന്റ് ആവാൻ ഭരണഘടന അനുസരിച്ച് പറ്റില്ല. മുമ്പായിട്ടുണ്ട്. 2ാം ലോക മഹായുദ്ധത്തിൻ്റെ കാലത്ത് റൂസ്വെൽറ്റ് ആയിട്ടുണ്ട്, 4 തവണ പ്രസിഡന്റ് ആയിട്ടുണ്ട്. 4ാമത്തെ പ്രസിഡൻഷ്യൽ ടൈമിനിടയിൽ അദ്ദേഹം മരിച്ചുപോയി. അതിനുശേഷമാണ് പക്ഷേ ഇങ്ങനൊരു ഭേദഗതി വന്നത്. ആ ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ ജനങ്ങൾ ആവശ്യപ്പെടുമെന്നാണ് ഇപ്പോൾ ബ്രാൻസൺ പറയുന്നത്, പ്രസിഡന്റിൻ്റെ ആ ഒരു ധീര പരിവേഷം കാരണം. പക്ഷേ മിസ്റ്റർ പ്രസിഡന്റ്, നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. നിങ്ങളൊന്ന് പോയി കിട്ടി അധികാരം കിട്ടാൻ വേണ്ടി ഇരിക്കുന്ന ആളുണ്ട്, മറക്കണ്ട, വൈസ് പ്രസിഡന്റ്. ഇപ്പം നിങ്ങളങ്ങോട്ട് ഈ ആൾക്കാരെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ പിന്നെ മിക്കവാറും സംഭവിക്കാൻ പോകുന്നത് വൈസ് പ്രസിഡന്റ് ഒരു അറ്റാക്കിന് ഓർഡർ കൊടുക്കും. അത് ഈ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് തകർത്തുകൊണ്ടാണെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. പകരം മുകളിൽ കൂടെ പോകുന്ന എയർഫോഴ്സ് പ്ലെയിനിൻ്റെ പൈലറ്റിന് ഒരു അബദ്ധം പറ്റി, ഒരു റോക്കറ്റ് ഇവിടേക്ക് അറിയാതെ പതിച്ചു എന്ന് പബ്ലിക്കിനോട് പറഞ്ഞാൽ മതിയല്ലോ. പ്രസിഡന്റ് ഒന്ന് ഞെട്ടി അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന ആ ജിന്ന് ഗ്ലാസ്സിൽ നിന്ന് കുറേ ജിന്ന് ബസ്സിലെ കാർപ്പറ്റിലേക്ക് വീണു. ബ്രാൻസൺ സെക്രട്ടറിമാരെയും പോലീസ് ചീഫിനെയും നോക്കി പറഞ്ഞു, യു ജെന്റിൽമെൻ പ്ലീസ് കം വിത്ത് മീ. അങ്ങനെ അവർ പുറത്തിറങ്ങി നേരെ പോലീസുകാരനെ നേരെ നടന്നു. നടക്കുന്നതിനിടയിൽ ബ്രാൻസൺ വാനീഫനെ വിളിച്ച് പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞ അടുത്ത പ്രസ് കോൺഫറൻസിനുള്ള സമയമായിട്ടുണ്ട്. നമ്മുടെ രാവിലത്തെ TV വാനും കൂടാതെ മറ്റേ TV വാനും കൂടി വരാനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യും. ഞാൻ നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ ഒന്ന് സൗത്ത് ടവർ വരെ കൊണ്ടുവിട്ടിട്ട് വരാം.
വാഹനം സൗത്ത് ടവറിലെത്തി. ബ്രാൻസനോട് ഇറങ്ങി. പോലീസുകാർ മുന്നോട്ട് പോയി. ബ്രാൻസൺ അവിടുത്തെ ജോലികളൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം തിരിഞ്ഞു നടന്നു. റോബ്സൺ നേരെ ബാക്കിയുള്ള ജേർണലിസ്റ്റുകൾ നിൽക്കുന്ന ഭാഗത്തേക്ക് നടന്നു. അവിടെ ചെന്ന് അദ്ദേഹം കാഷ്വലായിട്ട് ചോദിച്ചു, ആരെയും പരിചയമൊന്നുമില്ല, ആകെ ഒറ്റ ആളെ പരിചയമുള്ളൂ, ഏപ്രിൽ വെനസ്ഡേ. എന്താണ് പുതിയ സംഭവങ്ങൾ? കാര്യമായിട്ടൊന്നുമില്ല. ഇപ്പം എന്താ അടുത്ത പ്രസ് കോൺഫറൻസിന് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്താണോ ആർക്കറിയാം. ശരി. അദ്ദേഹം ആംബുലൻസിൻ്റെ ഭാഗത്തേക്ക് നോക്കി. അവിടെ ഡോക്ടർ ഓഹെയർ നിൽപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് റോബ്സൺ നടന്നു. ഏകദേശം അടുത്തെത്താറായപ്പോൾ അല്പം ഉറക്കെ തന്നെ എല്ലാവരും കേൾക്കുന്ന രീതി ചോദിച്ചു, ഡോക്ടർ ലൈറ്റർ ഉണ്ടോ അതിൽ? ഡോക്ടർ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ലൈറ്ററും ഒരു സിഗരറ്റും എടുത്ത് സിഗരറ്റ് അദ്ദേഹത്തിൻ്റെ ചുണ്ടത്ത് വെച്ചു. ഈ സമയത്ത് റോബ്സൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് അദ്ദേഹത്തിൻ്റെ ചുണ്ടിലും വെച്ചു. ഡോക്ടറുടെ അടുത്തേക്ക് വന്നു. ഡോക്ടർ അത് കത്തിച്ചു. ഡോക്ടറുടെ സിഗരറ്റും അത് കഴിഞ്ഞ് റോബ്സൻ്റെ സിഗരറ്റ് കത്തിച്ചു കൊടുത്തു. ആ കത്തിച്ചു കൊടുക്കുന്ന സമയത്ത് ആ സീക്രട്ട് കോഡ് അടങ്ങിയ ഫിലിം റോള് റോബ്സൺ ഡോക്ടർക്ക് ഹാൻഡ് ഓവർ ചെയ്തു. റോബ്സൺ ചോദിച്ചു, ഇത് ആംബുലൻസിൻ്റെ അകത്ത് ഒളിപ്പിക്കാൻ അത്ര നേരം വേണ്ടി വരും? അത് വളരെ മെല്ലെയാണ്. ഡോക്ടർ പറഞ്ഞു, ഒരു മിനിറ്റ്. ശരി, 2 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു പേഷ്യൻറ്റിനെ തരാം. അദ്ദേഹം നേരെ ഏപ്രിൽ വെനസ്ഡേയുടെ അടുത്തേക്ക് നടന്നു. അവരുടെ അടുത്ത് ചോദിച്ചു, ആ ആംബുലൻസിൻ്റെ ഫ്രണ്ടിൽ ചാരി നിൽക്കുന്ന ജേർണലിസ്റ്റ് ആരാ? അപ്പോൾ ഏപ്രിൽ വെനസ്ഡേ ഒന്ന് അദ്ദേഹത്തെ നോക്കിയിട്ട് പറഞ്ഞു, അത് മിസ്റ്റർ ഗ്രഫ്റ്റൺ. ആ, അദ്ദേഹത്തിൻ്റെ നേരേക്ക് മെല്ലെ നടക്കുക. നടക്കുമ്പോൾ ഒരു ചെറിയ ക്ഷീണമുള്ള പോലെ ഭാവിക്കണം. ഏകദേശം അയാളുടെ അടുത്തെത്താറാകുമ്പോൾ കുഴഞ്ഞങ്ങ് വീണോ. ഏപ്രിൽ വെനസ്ഡേ പറഞ്ഞ പോലെ എല്ലാം ചെയ്തു. ഗ്രഫ്റ്റൻ്റെ തൊട്ടടുത്ത് നിന്നപ്പോൾ ഗ്രഫ്റ്റൻ ഇങ്ങനെ ഈ കുട്ടി അടുത്തേക്ക് വരുന്ന കണ്ട് വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ്. നല്ലൊരു സുന്ദരി കുട്ടി വരികയല്ലേ അടുത്തേക്ക്. പക്ഷേ ആ കുട്ടിയുടെ നടത്തത്തിലൊരു ചെറിയ പന്തികേട് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ അദ്ദേഹത്തിന് ഏകദേശം ഒരു 10 അടി അപ്പുറത്ത് വെച്ച് അവൾ പെട്ടെന്ന് അങ്ങ് കുഴഞ്ഞു വീണു. പക്ഷെ നിലത്ത് വീഴുന്നതിന് മുമ്പ് ഗ്രഫ്റ്റൻ ഓടിച്ചെന്ന് അവളെ പിടിച്ച് അദ്ദേഹം ആംബുലൻസിൻ്റെ തൊട്ടടുത്താണല്ലോ നിൽക്കുന്നത്. ഡോക്ടറെ വിളിച്ചു. 2 ആളും കൂടി അവളെ എടുത്ത് ആംബുലൻസിലേക്ക് കിടത്തി. ഈ സമയത്ത് ബ്രാൻസൺ തിരിച്ചെത്തി. അദ്ദേഹത്തിൻ്റെ ബസ്സിൽ കയറി. അവിടെ ക്രൈസ്ലർ ഇരിപ്പുണ്ട്. നേരത്തെ നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ ബസ്സിലെ സംഭാഷണങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് കേട്ടുകൊണ്ടിരുന്ന മനുഷ്യൻ. അദ്ദേഹത്തിനോട് ബ്രാൻസൺ ചോദിച്ചു, എന്തൊക്കെയാണ് അവർ പറഞ്ഞത്? ഒന്നുമില്ല സാർ, പൈസ കൊടുക്കണ്ടെന്ന് തന്നെയാണ് ഭൂരിപക്ഷ അഭിപ്രായം. ഒറ്റ ആൾ മാത്രമേ കൊടുക്കണമെന്ന് പറഞ്ഞുള്ളൂ. അതാരാ? അത് നമ്മുടെ മേയർ. മേയർ ഈ പാലം രക്ഷിക്കാൻ വേണ്ടി വേണമെങ്കിൽ അയാളുടെ ജീവൻ വരെ ബലിയർപ്പിക്കാൻ തയ്യാറായിട്ടല്ലേ നിൽക്കുന്നത്. അതുകൊണ്ട് അയാൾ പറയും. അപ്പോൾ പൊതുവേ ആർക്കും പൈസ കൊടുക്കാൻ താല്പര്യമില്ല. എന്നാൽ എല്ലാവർക്കും ഇവിടെ നിന്ന് രക്ഷപ്പെടുകയും വേണം. എല്ലാം പതിവ്. ഇനി കൂടുതലൊന്നും ഇല്ലല്ലോ? ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല സാർ. ശരി. ഈ സമയത്താണ് നമ്മുടെ ജേർണലിസ്റ്റ് ഗ്രഫ്റ്റൻ ചെന്ന് ബ്രാൻസൻ്റെ ബസ്സിൻ്റെ വാതിലിൽ തട്ടി. അദ്ദേഹം വാതിൽ തുറന്നു. അപ്പോൾ ഗ്രഫ്റ്റൻ പറഞ്ഞു, ഡോക്ടർക്ക് താങ്കളെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണം. ഒരു ജേർണലിസ്റ്റ് സുഖമില്ലാത്തപ്പോൾ ആംബുലൻസിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ബ്രാൻസൺ നേരെ ഡോക്ടറെ അടുത്തേക്ക് വന്നു. ഡോക്ടർ പറഞ്ഞു, ഈ കുട്ടിയെ ഇവിടെ നിന്ന് എനിക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിനകത്ത് ആംബുലൻസിൽ അതിനുള്ള അത്ര സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. എനിക്ക് ലക്ഷണം കണ്ടെടുത്തോളം അപ്പൻഡിസൈറ്റിസ് ആണെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു സർജറി വേണ്ടി വരും. അതല്ലെങ്കിൽ ടെൻഷൻ കൊണ്ടുള്ള പ്രശ്നങ്ങളും ആവാം. അങ്ങനെയാണെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കേണ്ടി വരും. ഇത് രണ്ടിനും ഇപ്പം ഇവിടെ സംവിധാനമില്ല. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അതിന് മുമ്പ് താങ്കളൊന്ന് കയറി അവളെ നോക്കിയേ. അങ്ങനെ ബ്രാൻസൺ ആംബുലൻസിൻ്റെ അകത്തേക്ക് കയറി. അവിടെ സൈഡിൽ ഉള്ള ബെഡിൽ ഏപ്രിൽ വെനസ്ഡേ കിടപ്പുണ്ട്. അവളുടെ ഡ്രസ്സിൻ്റെ വയറ് ഭാഗം വലതുവശം ഡോക്ടർ നീക്കി വെച്ചിട്ടുണ്ട്. മുഖം ആകെ വെളുത്തിരിക്കുന്നു. വിളറി വെളുത്തതല്ല, ഡോക്ടർ ഒരു പ്രത്യേകതരം പൗഡർ കോട്ട് ചെയ്തതാണ്. നമ്മുടെ ടാൽക്കം പൗഡർ പോലെ തന്നെ, പക്ഷേ അതിന് മണമില്ല. അതുകൊണ്ട് ഇത് പൗഡർ കോട്ട് ചെയ്തൊന്നും ആർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല. ഡോക്ടർ പറഞ്ഞു, ആ കുട്ടിയുടെ പൾസ് ഒന്ന് പിടിച്ചു നോക്ക് മിസ്റ്റർ ബ്രാൻസൺ. ബ്രാൻസൺ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയാണ്, സ്ത്രീകളോട് അധികം ഇടപഴകുന്ന ഒരാളല്ല. എന്നാലും മനസ്സോടെ അദ്ദേഹം മെല്ലെ പൾസ് ഒന്ന് ഫീൽ ചെയ്തു. വളരെ ഹൈ പൾസ്.
അതും ഡോക്ടറുടെ കൈക്കറിയാണ്. ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരത്തേക്ക് പൾസ് ഒന്ന് കൂടി നിൽക്കും. വേറെ ദോഷങ്ങളൊന്നുമില്ല. ബ്രാൻസൺ മെല്ലെ ഡോക്ടർ നേരെ നോക്കി. പോകുന്നതിന് മുമ്പ് ഈ ആംബുലൻസ് ഞങ്ങളുടെ ആൾക്കാർ ചെക്ക് ചെയ്യുന്നതിൽ വിരോധമുണ്ടോ? ഡോക്ടർക്ക് പെട്ടെന്ന് ഒരിത്തിരി ദേഷ്യം വന്നു. ഞാനേ ക്രിമിനലോ കള്ളക്കടത്തുകാരനോ അല്ല, ഒരു ഡോക്ടറാണ്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ എന്നെ പറഞ്ഞു വിട്ടേക്ക്, വേറെ ആംബുലൻസ് വിളിച്ചോ. ബ്രാൻസൺ പറയേ കൂൾ ഡൗൺ, ഞാൻ ചുമ്മാ പോട്ടെ, നിങ്ങൾ ഈ കുട്ടിയെ കൊണ്ടാക്കിയിട്ട് വാ. ഡോക്ടർ ഡ്രൈവറോട് പറഞ്ഞു, ഡ്രൈവർ വണ്ടി എടുക്കാൻ. പ്രസ് കോൺഫറൻസ് ആരംഭിച്ചു. അവിടെ രാവിലത്തെ അതേ അറേഞ്ച്മെൻറ്റ് തന്നെ എല്ലാവരും ഉണ്ട്. നമ്മുടെ സെക്രട്ടറിമാരും പോലീസ് ചീഫും ഒഴിച്ച് എല്ലാവരും അപ്പോഴും അവിടെ ഉണ്ട്. പിന്നൊരു വ്യത്യാസമുള്ളത്, രാവിലെ കണ്ട ടി വി വാൻ കൂടാതെ മറ്റൊരു ടി വി വാൻ വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത, അതിൽ സൂം ക്യാമറയുണ്ട്. വളരെ ദൂരെ നടക്കുന്ന കാര്യങ്ങൾ പോലും അതിൽ കൃത്യമായിട്ട് ഷൂട്ട് ചെയ്യാം. ട്രാൻസ്ഫർ ചെയ്ത മറ്റൊരു അറേഞ്ച്മെൻറ്റ്, അവരിരിക്കുന്നതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു കളർ ടി വി സ്ഥാപിച്ചു. പ്രസിഡന്റ് അല്പം പുച്ഛത്തോടെ പറഞ്ഞു, ഇതെങ്കിലും കാശ് കൊടുത്ത് വാങ്ങിച്ചതാണോ അതോ? ബ്രാൻസൺ ഒന്ന് ചിരിച്ചു. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ട് പറയുന്ന ഒന്നും ഒരു വിഷയമേ അല്ല, പൈസ കിട്ടിയാൽ മതി. ബ്രാൻസൺ പറഞ്ഞു, അത് വിട്, അതിപ്പോൾ എന്തെങ്കിലും ആവട്ടെ, നിങ്ങളിതിൽ ചില കാര്യങ്ങളൊന്ന് കാണാനുണ്ടോ, ഒന്ന് കണ്ട് മനസ്സിലാക്കൂ. അങ്ങനെ ആ രണ്ടാമത്തെ ഞാൻ സൂം ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ ആ ടി വിയിൽ ലൈവായിട്ട് കാണും. ആരംഭം, ബ്രാൻസന്റെ ബസ്സിൻ്റെ ബാക്കിലെ ഡോർ തുറന്നു. അതിൽ നിന്നൊരു ചെറിയ ഇലക്ട്രിക് കാറ് പുറത്തിറങ്ങി. ഇലക്ട്രിക് കാറെന്ന് പറയാന്നേ ഉള്ളൂ, 4 ചക്രം ഉള്ളതുകൊണ്ട് കാറെന്ന് പറയാം. ഒരാൾക്ക് ഇരിക്കാനുള്ള സ്ഥലമില്ല. അത് ഡ്രൈവ് ചെയ്യുന്ന ബ്രാൻസന്റെ അനുയായി അതിൻ്റെ ബാറ്ററി പാക്കിൻ്റെ മേലെ നിന്നുകൊണ്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. അതുകൂടാതെ അതിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ രാവിലെ കണ്ട പോലെ എക്സ്പ്ലോസീവും അതിൻ്റെ ക്യാൻവാസ് അറ്റാച്ച്മെൻറ്റും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നേരെ പോയത് സൗത്ത് ടവറിലേക്കാണ്. എല്ലാവരും ടി വിയിൽ ഇതിവിടെ ലൈവായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല ലോകത്തെല്ലായിടത്തും, കാരണം ലോകം മുഴുവൻ ആ സമയത്ത് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിലേക്കാണ് ശ്രദ്ധ. ടി വിയിൽ കാണുന്നവർ അത് ടി വിയിൽ കാണുന്നു, റേഡിയോയിൽ കേൾക്കുന്നവർ കേൾക്കുന്നു. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. ആ സമയത്ത് ആ ഇലക്ട്രിക് കാർ നേരെ സൗത്ത് ടവറിന് നേരെ പോയി. സൗത്ത് ടവറിൽ അതിൽ 2 ആൾക്കാർ മുകളിലേക്ക് കയറി. അവിടുന്ന് ഒരു കപ്പിയും കയറും താഴേക്ക് ഇറക്കി ഈ എക്സ്പ്ലോസീവ്സ് സൗത്ത് ടവറിൻ്റെ മുകളിലേക്ക് കയറ്റി. അത് അവിടെ ഇൻസ്റ്റാൾ ചെയ്തു. ഇത് കണ്ട് എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ മിലിറ്ററി ചീഫ് ചോദിച്ചു, ഇവിടെ ഈ 2 കേബിളിൽ ഇട്ടത് പോരാഞ്ഞിട്ടാണോ ഇനി അതും കൂടി? ബ്രാൻസൺ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സത്യം. കാരണം എനിക്കൊരു സംശയം കൂടുതൽ ആലോചിച്ചപ്പോൾ, ഇത്രയും എക്സ്പ്ലോസീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കേബിള് പൂർണ്ണമായിട്ടും തകരുമോ? ഇനി കേബിള് തകർന്നാൽ പോലും ബ്രിഡ്ജ് പൂർണ്ണമായും താഴേക്ക് വീഴുമോ? സൗത്ത് ടവറിലാകുമ്പോൾ ഉറപ്പാണ്. 2 കേബിളും ഒരു ടവറും കൂടി പോയി കഴിഞ്ഞാൽ ഉറപ്പാണല്ലോ, പിന്നെ ബ്രിഡ്ജ് ഉറപ്പായിട്ടും താഴേക്ക് വീഴും. പെട്ടെന്ന് നമ്മുടെ വാനിഫാൻ അദ്ദേഹത്തിൻ്റെ മെഷീൻ ഗൺ മേയറുടെ ഷോൾഡറിലൊന്ന് പ്രസ് ചെയ്തു. വേറൊന്നുമല്ല, മേയർ വീണ്ടും ചാടി എണീക്കാൻ തുടങ്ങുകയാണ് ബ്രാൻസനെ ഇടിക്കാൻ. ബ്രാൻസൺ അവിടെ എഴുന്നേറ്റ് നിന്നു. വിശാലമായി ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എല്ലാം ഗംഭീരമല്ലേ?